പ്രഭ്സിമ്രാൻ സിംഗിനെയും ശശാങ്ക് സിംഗിനെയും മാത്രം നിലനിർത്തി വലിയൊരു പേഴ്സുമായിട്ട് ഓപ്ഷന് പോകുമ്പോൾ PBKസിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണയെങ്കിലും ആ കിരീടത്തിലൊന്ന് മുത്തമിടണം. അതിനുവേണ്ടി എല്ലാം മാറ്റിമറിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. KKRനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവന്നു വലിയ തുക അതിനുവേണ്ടി മുടക്കി. അതുപോലെ റിക്കി പോണ്ടിങ്ങിനെ ഹെഡ് കോച്ചായി വെച്ചിരിക്കുന്നു. റിക്കി പോണ്ടിങ്ങും ശ്രേയസ് അയ്യരും തമ്മിലുള്ള ഇരിപ്പ് വശം വളരെ മികച്ചതാണ്. അവർക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. റിക്കി പോണ്ടിങ് ആവട്ടെ ഓസ്ട്രേലിയൻ താരങ്ങളെ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടുവരാൻ അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഗ്ലെൻ മാക്സ്വെല്ല്, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ്, ജോഷ് ഇംഗ്ലീസ്, ആരോൺ ഹാർഡി, സേവിയർ ബാറ്റ്ലെറ്റ്, ചിലരൊക്കെ ഇപ്പോൾ പഞ്ചാബ് കിങ്സ് എന്നല്ല ഓസ്ട്രേലിയൻ കിങ്സ് എന്ന് പോലും വിളിക്കുന്നുണ്ട്. മൈക്കിൾ വോണൊക്കെ അത്തരത്തിലാണ് പറയുന്നത്. ഏതായാലും കിടിലൻ ഓൾറൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആസ്മത്തുള്ള ഒമർസായും മാർക്കോ യെൻസനും മാക്സ്വെല്ലും സ്റ്റോയിനിസും ഒക്കെ ചേരുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിശക്തമാണ്. ഇതവണ മികച്ച ടീമും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. ഓപ്പൺ ചെയ്യാൻ നോക്കുക, പ്രഭ്സിമ്രാൻ സിംഗോ പ്രിയാൻ ഷാരിയോ വരും. ഇവർ രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ലെങ്കിലും ഡൊമസ്റ്റിക് സർക്യൂട്ടിലും ഇന്നും കളി കളിക്കുകയാണ്. അവരോടൊപ്പം ഒരുപക്ഷെ ജോഷ് ഇംഗ്ലീസ് ഓപ്പൺ ചെയ്യാൻ എത്തിയേക്കും. പിന്നാലെ നമ്പർ 3 ശ്രേയസ് അയ്യരെ പ്രതീക്ഷിക്കാം. ഗ്ലെൻ മാക്സ്വെല്ലും മാർക്കസ് സ്റ്റോയിനിസും പിന്നാലെ വരും. ഇനിയിപ്പോൾ സ്റ്റോയിനിസ് അല്ലെങ്കിൽ അസ്മത്തുള്ള ഒമർസായിയെയും പ്രതീക്ഷിക്കാം. ശശാങ്ക് സിംഗ് അതിന് പിന്നാലെ വരുന്ന അദ്ദേഹമായിരിക്കും. നെഹാൽ വധേര, മാർക്കോ യെൻസൻ. എന്തൊരു ബാറ്റിംഗ് ലൈനപ്പാണത്. ബൗൾ ചെയ്യാനും മികച്ച താരങ്ങളുണ്ട്. ഹർപ്രീത് ബ്രാർ സ്പിൻ കൈകാര്യം ചെയ്യും. യശ്വേന്ദ്ര ചാഹലിനെ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ആ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ്. പേസ് ബൗളിങ്ങിന് വേണ്ടി അർഷ്ദീപ് സിംഗ് ഉണ്ട്. ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കിംഗ് T20 ബൗളറാണ് അദ്ദേഹം. എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ഇത്തവണ ഒരുങ്ങി തന്നെയാണ് PBKS വരുന്നത്. ആ കിരീടം, കന്നി കിരീടം അവർ നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല.